ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. ഇന്ന് നമ്മളുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാൻ വിചാരിക്കുന്നു. നമുക്കിന്ന് 7 ഫോട്ടോസാണ് ഉള്ളത്. എന്തായാലും ക്രിട്ടിക് റിവ്യൂവിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ റൂൾസിലേക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതിന് മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയും 2-3 ഫോട്ടോസ് റിജക്റ്റ് ആവുന്നുണ്ട് നമ്മുടെ റൂൾസ് ഫോളോ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ റൂൾസ്. ഒരാൾക്ക് ഒരു ഫോട്ടോ അയക്കാൻ പറ്റത്തുള്ളൂ, 1 ഫോട്ടോ പെർ പേഴ്സൺ. നമ്മുടെ ഇന്നത്തെ ക്രിട്ടിക് റിവ്യൂവിൽ ഒരു സുഹൃത്ത് 3-4-5 ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോ അയക്കുക. രണ്ടാമത്തേത് ഡോണ്ട് സെൻഡ് അതേഴ്സ് വർക്ക്, വേറെ ആൾക്കാരുടെ വർക്ക് അയക്കാതിരിക്കുക. അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഫയൽ നെയിം ഷുഡ് ബി സെയിം ആസ് യുവർ നെയിം. അപ്പോൾ നിങ്ങളുടെ പേര് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫോട്ടോയുടെ പേര്. ഇതും ഒരു റിജക്ഷൻ്റെ മെയിൻ കാരണമാകാറുണ്ട്. നമ്പർ 1ഉം 3ഉമാണ് റിജക്ഷൻ്റെ മെയിൻ കാരണമാകാറുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ വലിയ വിഷയമില്ല. ഫോട്ടോ ഷുഡ് മാച്ച് ടോപ്പിക്കുമായിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് ടോപ്പിക് ഇല്ല ഇപ്പോഴത്തെ ഒരു ടൈമിൽ. അത് കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ടോപ്പിക്കുകളും ഫോളോ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അയക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ഒരു റൂള്. 10 ഫോട്ടോസ് ആയിരിക്കും നമ്മൾ ഒരു ക്രിട്ടിക് റിവ്യൂവിൽ മാക്സിമം സെലക്ട് ചെയ്യുന്നത്. റിജക്റ്റ് ചെയ്ത ഫോട്ടോസ് നമ്മൾ അടുത്ത ക്രിട്ടിക് റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലായിരിക്കും. അത് ചിലപ്പോൾ അടുത്ത ക്രിട്ടിക് റിവ്യൂവിൽ അതായത് നിങ്ങൾ വീണ്ടും അയക്കുകയാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. 3 സ്പോട്സ് റിസർവ്ഡ് ഫോർ മൊബൈൽ ഫോട്ടോസ്. 3 ഫോട്ടോസ് നല്ല ക്യാമറ ഫോട്ടോസ് ഉണ്ടെങ്കിൽ 3 സ്ലോട്ട് 10-ൽ 3 സ്ലോട്ട് മൊബൈൽ ഫോട്ടോസിനായിരിക്കും കൊടുക്കുന്നത്. പിന്നെ istudio@gmail.com അയക്കുന്ന ഫോട്ടോസ് സെലക്ട് ചെയ്യത്തുള്ളൂ. ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പം നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ റൂള് ആരാണോ വിജയി അവർക്ക് നമ്മളൊരു കാനോണിൻ്റെ 24mm യൂസ്ഡ് ലെൻസാണ്. എൻ്റെ ഇരിക്കുന്ന ഒരു ലെൻസാണ്. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അധികം യൂസ് ചെയ്യാത്ത ഒരു ലെൻസാണ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു 30,000 സബ്സ്ക്രൈബർ എന്നാവുന്നു അപ്പോഴായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ JPEG അല്ലെങ്കിൽ JPEG ഫയൽസ് മാത്രമായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രാൻഡ് നെയിം, ഡിജിറ്റൽ പ്രോപ്പർട്ടീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. പ്രോഡക്റ്റ് ഷൂട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ബ്രാൻഡ് നെയിം റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡ് നെയിമുകൾ, അതായത് ഇന്നയാളുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേര് പിന്നെ വേറൊരു റൂള് ഞാൻ അധികം കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഫോട്ടോയിൽ എന്താ പറയുക വാട്ടർമാർക്ക് വലിയ വലിപ്പത്തിൽ വെക്കാതിരിക്കുക. ചെറുതായിട്ടൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. ഫോട്ടോയെക്കാട്ടും വലിയ വാട്ടർമാർക്കൊക്കെ വെക്കാതിരിക്കുക. അങ്ങനെയുള്ള ഫോട്ടോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എനിവേസ് നമുക്ക് ഇന്നത്തെ ക്രിട്ടിക് റിവ്യൂവിലേക്ക് കടക്കാം. നമുക്കുള്ളത് 7 ഫോട്ടോസാണ്. 2 ഫോട്ടോസ് ആക്ച്വലി നേരത്തെ അയച്ചതെന്നാണ് അവർ. എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചില്ല. എന്തോ എൻ്റെ ലൈഫിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണിച്ചത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ 2 ഫോട്ടോയ്ക്കായിട്ടുള്ള നമ്പർ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ക്രിട്ടിക് റിവ്യൂവിലേക്ക് കടക്കാം. ആദ്യത്തെ ഫോട്ടോ അയച്ചിരിക്കുന്നത് നമ്മുടെ എസ് കാളിദാസാണ്. സ്ഥിരം മെമ്പറാണ്. മൊബൈൽ ഫോട്ടോഗ്രാഫിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും കാണുന്നില്ല, ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ല. ഒരു ചത്ത ഉറുമ്പിനെ ആയിരിക്കാം. വേറെ 3-4-5 ഉറുമ്പുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഒരു വടംവലി സീനാണ്. ഫോട്ടോ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു കാളിദാസ് നേരത്തെ നല്ല നല്ല ഫോട്ടോസ് അയച്ചിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും ഫോട്ടോ എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടുപിടുത്തം കൊള്ളാം. ഈ ഒരു കണ്ടുപിടുത്തം കണ്ട ഒരു ഫോട്ടോ എടുത്ത് കൊള്ളാം. പക്ഷെ നമുക്കതിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രെയിമിങ് ഏകദേശം ഓക്കെയാണ്. പക്ഷെ വളരെ ക്രോപ്ഡ് ഇന്നാണ്. അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോട്ടോയുടെ ഒരു പ്രശ്നം നമുക്കറിയാം. എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എനിക്ക് തോന്നുന്നു DSLR എടുത്തതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. മൊബൈൽ ഫോട്ടോഗ്രാഫി കുറച്ചും കൂടി ഒരു ലാൻഡ്സ്കേപ്പ് ടൈപ്പ് ഫോട്ടോസ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. എന്നാലും ഫോട്ടോ അയച്ചിരുന്ന കാളിദാസിന് തന്നെ അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. നല്ല അദ്ദേഹത്തിന് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. സ്ഥിരമായിട്ട് അയക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് പറയാം. ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒത്തിരി വേണം. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അയച്ചിരിക്കുന്നത് ബാസിൽ ജോസാണ്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടാലും നമുക്ക് ഈ ഒരു ബേർഡിനെ ഇത് പിടിക്കാൻ വരുന്നതായിട്ട് തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പുറത്ത് വന്ന് ലാൻഡ് ചെയ്യുകയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ക്യാമറ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോണിയുടെ ക്യാമറയാണ്. PLC7R-M4 എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ A7 IV ആകാനാണ് വഴി. അത്ര വലിയ ഉറപ്പില്ല. ലെൻസ് 200-600 ലെൻസാണ്. f5.6 to 6.3 G-Master GOSS ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷാർപ്പ്നെസ് ഇച്ചിരി കുറേ പോലെ തോന്നുന്നുണ്ട്. ഇതുപോലൊരു ഹൈ ക്വാളിറ്റി ക്യാമറയിൽ ലെൻസ് വെച്ചിട്ടും കൂടെ ഷാർപ്പ് ആകണം എന്നാണ് എൻ്റെ ഒരു ഇത്.
ഫോട്ടോ കൊള്ളാം, ഫ്രെയിമിങ് മുതലായ കാര്യങ്ങൾ കൊള്ളാം, നല്ലൊരു ചിത്രം. ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്വല്പം കൂടി വൈഡായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു. അതുപോലെ ഒരു കളർ ഡിഫറൻസോ അല്ലെങ്കിൽ കളർ കൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ടോ ഉള്ള മാജിക് ഒന്നും ഇല്ല ഇതിനകത്ത്. ജസ്റ്റ് നല്ലൊരു ഫോട്ടോ എന്ന് നമുക്ക് പറയാം. നല്ല ചിത്രമാണ്. ചിത്രം അയച്ചു തന്ന ബസൽ ജോസിന് നന്ദി. ബസൽ ജോസിന് നന്ദി. സ്ഥിരമായിട്ട് നമുക്ക് അയക്കുന്ന ആളാണ് ഫോട്ടോസ്. നമ്മുടെ മൂന്നാമത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അതുൽ അനിരുദ്ധനാണ്. അതിലും എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാളത്തേക്കിന് അയച്ചില്ലായിരുന്നു തോന്നുന്നു. ഇത് കൊള്ളാൻ കേട്ടോ. നല്ലൊരു ലൈറ്റിൻ്റെ നല്ലൊരു എഫക്റ്റ് ഉണ്ട്. ഇവിടെ തീരെ വണ്ടി ഇവിടെ കിടക്കുന്ന വണ്ടിയിൽ അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ വന്ന നല്ലൊരു ചിത്രം. നമുക്ക് ക്യാമറ ഡീറ്റെയിൽസ് നോക്കാം. മൊബൈലാണെന്ന് തോന്നുന്നു, ഡീറ്റെയിൽസ് ഒന്നുമില്ല. മൊബൈൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ചിത്രം എന്ന് ഞാൻ പറയും. മൊബൈലാണ് തോന്നുന്നില്ല കുറച്ചുകൂടെ. എനിവേസ് നല്ലൊരു ചിത്രം. ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊള്ളാം. ബട്ട് സംതിങ് മിസ്സിങ് എന്നൊരു ഫീലും വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ ചിത്രം കൊള്ളാം. എന്താണ് നമുക്കതിൽ പറയണമെന്ന് അറിയത്തില്ല. മീൻസ് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. ഇതിനകത്ത് കോൺസെപ്റ്റ് കൊള്ളാം, ഫ്രെയിമിങ് കൊള്ളാം, കാര്യങ്ങളെല്ലാം കൊള്ളാം. ആ തീയുടെ തന്നെ ആ ഒരു ഷേപ്പ് കൊള്ളാം. എനിവേസ് ചിത്രം അയച്ചു തന്ന അതുൽ അനിരുദ്ധന് നന്ദി. നമ്മുടെ നാലാമത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ജോയ്സ് ജോർജാണ്. ജോയ്സ് ജോർജൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോട്ടോസ് അയച്ചു. ഫോട്ടോ അത്ര പോരെന്നാണ് എൻ്റെ അഭിപ്രായം. എഫേർട്ട് കൊള്ളാം. എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. 2 ബൾബ് വെച്ചിട്ട് ആ ഒരു ഷേപ്സ് വരണം, അതുപോലെ മീനിനെ രണ്ടും കാണണം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഉദ്ദേശം അതുപോലെ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു പുറകിലെ ഫ്ലാഷ് അല്ല, വേറെന്തോ ഒരു ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് അത്ര ഒരു ക്ലാരിറ്റി വരുന്നില്ല. എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങിൻ്റെ വിഷയമായിരിക്കാം. അതുപോലെ തന്നെ ആ മീൻ രണ്ടും കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിനെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഫോട്ടോഷോപ്പിൽ മാറ്റിയിട്ട് ഈ ഒരു സാധനത്തിൽ ഇങ്ങോട്ട് റിവേഴ്സായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ കിട്ടിയേനെ. എന്നാലും ഇതിൻ്റെ ഒരു ബോട്ടം പോർഷൻ നമുക്ക് മിസ്സാവുന്നുണ്ട്. ഈ ഒരു 2 ബൾബിൻ്റെ കുറച്ചും കൂടെ ചെറുതായിട്ട് വൈഡാക്കി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ എന്തോ ഒരു ഓവറോൾ ഡാർക്ക്നെസ് ആണ് ചിത്രത്തിൽ. കുറച്ചും കൂടെ ബെറ്ററാക്കാം. ചിത്രം അയച്ചു തന്ന ജോയ്സ് ജോർജിന് നന്ദി. നമ്മുടെ അടുത്ത ചിത്രം നല്ലൊരു ചിത്രം. നന്ദകിഷോറാണ് ചെയ്യുന്നത്. സ്ഥിരം ഒരു ബേർഡ് ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു. ചിത്രം ക്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അധികം സൂം ചെയ്യാൻ പറ്റുന്നില്ല. ചിത്രം കൊള്ളാൻ കുറച്ചും കൂടെ ഒന്ന് ബേർഡിൻ്റെ ആ ഒരു ബോഡി അല്ലെങ്കിൽ ബേർഡിൻ്റെ ആ ഒരു ബോഡിയിലുള്ള ഹൈലൈറ്റ്സ് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ചെറുതായിട്ടൊരു റേഡിയോ ഫിൽറ്റർ വെച്ചിട്ട്. ഈ ചില ഫോട്ടോസിൽ ഞാനത് ചെയ്യാത്തത് നമ്മൾ ചെയ്താലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ചില ഫോട്ടോസിൽ ഇതുപോലെ ഒന്നും ചെയ്യാത്തത്. ഈ ഫോട്ടോ ചെയ്താൽ ഇമ്പ്രൂവ് ആകും ഫോട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത റേഡിയോ ഫിൽറ്റർ പുറത്താണ് അപ്ലൈ ചെയ്തത്. ഞാനത് തിരിച്ചകത്തേക്ക് കൊണ്ടിരുന്നു. എന്നിട്ട് നമ്മുടെ ലൂമിനേഴ്സ് മാസ്ക് വെച്ചിട്ട് ഹൈലൈറ്റ്സിലേക്ക് മാത്രം ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു. ഓക്കെ, ഇത് ബിഫോർ ആഫ്റ്റർ നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് പോകാതെ നമ്മൾ ഇച്ചിരി കൂടി ഇത് ബ്രൈറ്റ്നസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈലൈറ്റ്സിലെ മാത്രം ബ്രൈറ്റ്നസ് കൂട്ടി ചിത്രം അയച്ചു തന്ന എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒന്ന് സാച്ചുറേഷൻ അല്ലെങ്കിൽ വൈബ്രൻസ് ഒന്ന് കൂട്ടിയാൽ ബെറ്റർ, കുറച്ചും കൂടെ കൊള്ളാമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ആ കണ്ണിൻ്റെ പോർഷനൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ബെറ്റർ ആക്കിയാൽ കൊള്ളാമായിരിക്കും. കണ്ണ് ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് എടുത്ത് കാണുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു വ്യത്യാസം ഫോട്ടോയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേസ് ഫോട്ടോ അയച്ചു തന്ന നന്ദകിഷോറിന് നന്ദി. ക്യാമറ ഡീറ്റെയിൽസ് നോക്കാം. Nikon D5000 3500 70-300 mm f4.5 to 5.6 ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് ലിജിൻ ജോയിയാണ്. ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ലിജിൻ ജോയിക്ക് നന്ദി. നല്ലൊരു ഫോട്ടോയാണ്. നല്ലൊരു എഫോർട്ട് ഉണ്ട് അതിനകത്ത്. Canon 200D ക്യാമറയാണ്. വലിയ ക്യാമറകളൊന്നുമല്ല. 55-50 mm ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 100 mm ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ F5-ലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പുറയിലുള്ള ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഇച്ചിരി ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ
ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഡോൾജോ എല്ലാം ചെയ്ത് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കിയാൽ കൊള്ളാമായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് വെച്ച് നോക്കാം. ഓട്ടോ മാസ്ക് ചെയ്യും. ഓട്ടോ മാസ്ക് ചെയ്ത് ഇച്ചിരി ഒന്ന് ഓവറായിട്ട് നമുക്ക് എക്സ്പോർട്ട് കൂട്ടാൻ, എന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. വേണ്ട, ടീയിലുള്ള സാധനം വേണ്ട. നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തു. ഞാൻ ഇച്ചിരി ഒന്ന് എക്സ്പോഷർ ഇച്ചിരി എല്ലാം ആവശ്യമില്ല, അധികം ഒന്ന് കൂട്ടി വീണ്ടും നമ്മൾ ലൂമിനോസിറ്റി മാസ്കിലേക്ക് പോവുകയാണ്. ലൂമിനൻസ് ഹൈലൈറ്റ്സിലേക്ക് തിരിച്ചു വിടുന്നു. നമ്മുടെ ഇപ്പോൾ ചെയ്ത ആ കാര്യം ഡൺ കൊടുക്കുന്നു. എന്താണ് മാറ്റം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഫോട്ടോയുടെ. ചിത്രം മോശമല്ല, പക്ഷേ എഡിറ്റിംഗ് ഇച്ചിരി കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഇനിയും ചെയ്യാം. ഈ ഒരു നമ്മുടെ എന്താ പറയുക, ഗ്ലാസ്സിലുള്ള ആ ഒരു റിഫ്ലക്ഷൻ നമുക്കൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് ബെറ്റർ ആക്കണം എനിക്ക് തോന്നുന്നു. ഈ ഒരു പോർഷൻ ഒന്ന് ഇൻവേർട്ട് ചെയ്യാൻ നമ്മുടെ റേഡിയൽ ഫിൽറ്റർ. അപ്പോൾ റേഡിയൽ ഫിൽറ്റർ മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്തുമാത്രം മാറ്റങ്ങൾ നമ്മുടെ ഫോട്ടോയിൽ വരുത്താൻ പറ്റും അപ്പം അതുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ലൂമിനോസിറ്റി മാസ്ക് എടുക്കുന്നു. ഹൈലൈറ്റ്സിലേക്ക് മാത്രം കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മാറ്റങ്ങളുണ്ട് രണ്ട് ഫോട്ടോയിലായിട്ട്. ഇച്ചിരി കൂടെ നമ്മുടെ ഫോർഗ്രൗണ്ട് നമ്മൾ ഒന്നുകൂടെ പുറത്ത് കൊണ്ടുവന്നു. എനിവേസ് ചിത്രം അയച്ചു തന്ന ലിജിൻ ജോയ്ക്ക് നന്ദി. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് ആൾഡ്രിൻ മാത്യു ആണ്. നല്ലൊരു ചിത്രം. ഇതുപോലെ ചിത്രം കിട്ടിയിട്ട് നമുക്ക് കുറേ നാളായെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മീൻസ് ഒരു പോർട്രേറ്റ്, നാച്ചുറൽ പോർട്രേറ്റ് കിട്ടിയിട്ട്. നൈക്കോൺ D3200 ക്യാമറ, 18-55 ലെൻസ്, 3.5 to 5.6 ഓപ്പണിങ്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് 5.6 ഓപ്പണിങ്ങിലാണ് 55 mm. അതുകൊണ്ട് 55 mm 5.6 ഓപ്പണിങ് ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഷാർപ്പ് ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു ഇത് കിട്ടുന്നുണ്ട്, ഗ്രെയിൻസ് പോലെ വന്നിട്ടുണ്ട്. ISO 400 ആണ് ഈ ക്യാമറയിൽ. ചിലപ്പം ISO 400 എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും, അതായിരിക്കും ചെറിയൊരു നോയ്സ് വരുന്നത്. എന്തായാലും ചിത്രം കൊള്ളാം. ഒന്നും ചെയ്യാനില്ല നോക്കട്ടെ. എക്സ്പോഷർ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് കൂട്ടാം, അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ചിത്രം. ഇന്നത്തെ സെലക്ഷൻ ആർക്കാണെന്നുള്ളതാണ്. ഇന്നത്തെ അധികം ഫോട്ടോസ് എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ഇന്നത്തെ ക്രിട്ടിക്കൽ റിവ്യൂവിൽ. പിന്നുള്ള നമ്മുടെ നന്ദകിഷോറിൻ്റെ ഫോട്ടോയാണ്. നന്ദകിഷോറിൻ്റെ ഫോട്ടോയും കൊള്ളാം. അതുപോലെ നമ്മുടെ എന്താണ് ലിജിൻ ജോയുടെ ഫോട്ടോയും കൊള്ളാം. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഒരു പുതിയ ഡിസ്കോഡ് സെർവർ ഉണ്ടല്ലോ. ഡിസ്കോഡിൽ ഒത്തിരി ആൾക്കാർ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 90-ന് മുകളിൽ ഇപ്പോൾ ആൾക്കാരുണ്ട്. അതിൽ ആൾക്കാരിൽ ഇടുന്ന ഫോട്ടോസ് എല്ലാം നല്ല ഫോട്ടോസാണ്. എല്ലാവരും മലയാളികളാണ്. അപ്പോൾ നിങ്ങളും ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് എല്ലാ വീഡിയോയിലും താഴെയുണ്ട്. ഡിസ്കോഡ് ലിങ്ക് ജോയിൻ ചെയ്യുക. എനിക്ക് നമ്മുടെ നന്ദകിഷോർ വരെ ഡിസ്കോഡിൽ കിട്ടുന്ന ഫോട്ടോസ് ഇടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നന്ദകിഷോർ ഡിസ്കോഡിലുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല നല്ല ഫോട്ടോസ് ഇടുക. ക്രിട്ടിക്കൽ റിവ്യൂവിൽ എനിക്കൊന്ന് ക്രിട്ടിക്കൽ റിവ്യൂവിൽ ആൾക്കാരിടുന്ന അത്ര കൊള്ളാത്ത ഫോട്ടോസാണ് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫോട്ടോ മോശമാണ്, നല്ല അത്യാവശ്യം നല്ല ഫോട്ടോയാണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫോട്ടോ ഇടാൻ ശ്രമിക്കുക. ഫോട്ടോസ് അയച്ചു തരുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വലിയൊരു ഫോട്ടോഗ്രാഫി കമ്മ്യൂണിറ്റി ഡിസ്കോഡിൽ പടുത്തുയർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അധികം ആൾക്കാർ ആക്റ്റീവല്ല. 10-90 പേര് ജോയിൻ ചെയ്തെങ്കിലും ഒരു 5-6 പേരൊക്കെ ആക്റ്റീവായിട്ടുള്ളൂ. ഒരു നാട്ടിൽ സമയം കാണത്തില്ലായിരിക്കും. എനിവേസ്, ആ ഫോട്ടോ അയച്ചു തന്ന എല്ലാവർക്കും നന്ദി. ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇന്നത്തേതിൽ ആൾഡ്രിൻ മാത്യുവിൻ്റെ ഫോട്ടോയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പോർട്രേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ ആൾക്കാരും അടുത്ത ദിവസം പോർട്രേറ്റ് അയക്കരുത്. നിങ്ങളുടെ രീതിയിലുള്ള ഫോട്ടോസ് അയക്കുക. ഒരു പോർട്രേറ്റ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ ഉടനെ അടുത്ത ഇതിൽ പോർട്രേറ്റ്സ് തന്നെ അയക്കാതിരിക്കുക. ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം, നമ്മളിങ്ങനത്തെ ഒരു ഫോട്ടോ ഒത്തിരി നാളായിട്ട് മിസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നന്ദകിഷോർ ഓൾറെഡി ഒരു പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ക്രിട്ടിക്കൽ റിവ്യൂ. അപ്പോൾ എന്തായാലും ആൾഡറിൻ്റെ പേര് കിടക്കട്ടെ. ഇപ്രാവശ്യം ഫോട്ടോസ് അയച്ചു തന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. അതുപോലെ തന്നെ ഈ ഫോട്ടോ മോശമല്ല കേട്ടോ. നമ്മുടെ അതുലിൻ്റെ ഫോട്ടോ അത്ര മോശമല്ല. പക്ഷേ എന്തോ നമ്മുടെ ഒരു മനസ്സ് പോയിരിക്കുന്ന ഈ ഫോട്ടോയുടെ കൂടെയാണ്. എനിവേസ്, ഫോട്ടോസ് അയച്ചു തന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും ശ്രമിക്കുക. നിങ്ങളുടെ പേര് വരാനായിട്ട് ഒരു Canon 24mm ലെൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തവർ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.